ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടിയിട്ടും രക്ഷപ്പെട്ടു വന്നെങ്കിൽ ഇവളത്ര നിസ്സാരകാരിയൊന്നുമല്ല. ഇവള് പുറത്തു വന്ന ചന്ദ്രികയെ വെറുതെ വിടില്ല. ചന്ദ്രിക പിടിക്കപ്പെട്ട ഞാനും പിടിക്കപ്പെടും. അതുകൊണ്ട് ഇവള് വൈശാലിയാണെന്ന് കോടതിയെ വിശ്വസിപ്പിക്കണം. ഇനി ഇവള് പുറം ലോകം കാണരുത്. സോമശേഖരൻ നായരെ, യു ക്യാൻ പ്രൊസീഡ്. കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കൂന്ന് ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്തു പറയണം. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്ത് പറയുന്നു, മനസ്സാ വാച കർമ്മണ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീ വൈശാലി കഴിഞ്ഞ മാസം 14-ാം തീയതി സ്വന്തം ഭർത്താവിനെ കത്തുകൊണ്ട് കുത്തി അതിക്രൂരമായി കൊന്നവളാണ്. ഇതൊന്നും സത്യമല്ല സാർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. സത്യത്തിൽ ഞാൻ വൈശാലി അല്ല സാർ. കൊട്ടാരം വീട്ടിലെ മരുമോള് വൈദേഹിയ. ഓർഡർ, ഓർഡർ. വൈശാലി, നീ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിനക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ലോയറാണ് സംസാരിക്കേണ്ടത്. അല്ല, ഇനി നിനക്ക് തന്നെ സംസാരിക്കണമെങ്കിൽ ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വന്തം ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം നിനക്ക് സംസാരിക്കാം. ഈ അഭിപ്രായങ്ങളോ ആരോപണങ്ങളോ എന്താണെന്നോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. സത്യത്തിൽ ഞാൻ വൈശാലി അല്ല സാർ. എന്നെ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. വിനയ, ബാഗൊക്കെ എടുത്തു വെക്കണം, പെട്ടെന്ന് വാ. ഞാൻ വരുന്നില്ല ദേവട്ട. എടാ വിനയ, സമയാവുന്നു, നിന്നോട് വരാനാ പറഞ്ഞേ. ഞാൻ വരില്ല. നീ വൈശാലി അല്ലെന്നോ? അറസ്റ്റ് ചെയ്ത ഇൻസ്പെക്ടർ എവിടെ? ഇങ്ങോട്ട് വിളിക്കുക. നമസ്കാരം സാർ. എന്താ ഇൻസ്പെക്ടർ ഇത്? അവര് പ്രതി അല്ലെന്നാണല്ലോ പറയുന്നത്. ശരിയായ ആളെ തന്നെയാണോ അറസ്റ്റ് ചെയ്തത്? യെസ് സർ, അവര് തന്നെയാണ് വൈശാലി. അവര് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയുകയാണ്. കോടതിയിൽ ഞാൻ എല്ലാ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട്. സാറൊന്ന് പരിശോധിക്കണം. നീ തന്നെയാണല്ലോ വൈശാലി? അല്ല സർ, അതിലുള്ളത് ഞാനല്ല.
എന്റെ മുഖച്ചയല്ല മറ്റാരും. എവിടെയോ വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ശരി, ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് പിന്നീട് നിനക്ക് പറയാനുള്ളത് കേൾക്കാം. അതുവരെ നീ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങൾ തുടങ്ങിക്കോളൂ. താങ്ക് യു യുവർ ഓണർ. മരിച്ചുപോയ കാർത്തിക്കിന്റെ അമ്മ കല്യാണിയമ്മയെ ക്രോസ് വിസ്താരം ചെയ്യാൻ അനുവദിക്കണം യുവർ ഓണർ. പെർമിഷൻ ഗ്രാൻഡഡ്. കല്യാണിയമ്മ, 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 കല്യാണിയമ്മ. നമസ്കാരമുണ്ട് ജഡ്ജി സാറേ. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്ത് പറയൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂന്ന്. സത്യം ചെയ്യൂ. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അസത്യം പറയുകയില്ല. മിസ്സിസ് കല്യാണിയമ്മേ, ആ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയോ? എനിക്ക് നന്നായിട്ടറിയാം. അതെന്റെ മരുമോളാ. എന്റെ മോൻ കാർത്തിക്കിനെ കത്തികൊണ്ട് കുത്തിക്കൊന്നത് ഇവളാ. അത് ഞാനല്ല. ഇവര് പറയുന്നത് അസത്യമാണ്. ഈ നിൽക്കുന്നത് ആരാണെന്നോ ഇവരുടെ മകൻ ആരാണെന്നോ എനിക്കറിയില്ല സാർ. സത്യമായിട്ട് എനിക്കറിയില്ല. ഓർഡർ, ഓർഡർ. അറിയില്ല സാർ. ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിനക്ക് സംസാരിക്കാൻ കോടതി അവസരം നൽകും. നിങ്ങൾ തുടർന്നോളൂ. അന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയൂ. എന്റെ മോനും ഈ വൈശാലിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് സാറേ. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും മോൻ സ്നേഹിച്ചതല്ലേന്നോർത്താ ഞാൻ സമ്മതിച്ചേ. ആദ്യമൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്താ പറ്റിയെന്നറിയില്ല. ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നാലുടനെ വഴക്ക് തുടങ്ങുമായിരുന്നു സാറേ. എന്റെ മോന് ജോലിയൊന്നുമില്ലായിരുന്നു. ഇവളാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കാശുണ്ടാക്കുന്നു എന്നുള്ള അഹങ്കാരത്തില് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമായിരുന്നു. എന്റെ മോൻ അതെല്ലാം സഹിച്ചാ ജീവിച്ചത്. എതിർത്തൊരു വാക്കുപോലും അവൻ പറയില്ലായിരുന്നു. ഒടുവിൽ ഇവൾക്ക് ഓഫീസിൽ ഏതോ ഒരു ചെറുക്കനുമായിട്ട് ബന്ധമുണ്ടായി. എന്റെ മോൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ദിവസം വൈകുന്നേരം ഇവള് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്റെ മോനെ കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ട് ഓടിക്കളഞ്ഞു സാറേ. ഇവളെ കെട്ടി ഒരു ജീവിതം കൊടുത്തതിന് ഒടുവിൽ ഇവൾ അവന്റെ ജീവൻ തന്നെ എടുത്തു. അല്ലായിരുന്നെങ്കിൽ എന്റെ മോൻ ജീവനോടെ ഉണ്ടായിരുന്നേനെ. എന്റെ മോൻ നിന്നോട് എന്ത് പാപാടി ചെയ്തത്? ആരോരും ഇല്ലാത്ത നിന്നെ കല്യാണം കഴിച്ച് നിനക്കൊരു കുടുംബജീവിതം തന്നതാണോ അവൻ ചെയ്ത തെറ്റ്? എന്റെ മോനെ കൊന്നു കൊല വിളിച്ച് ഒടുവിൽ എനിക്ക് ആരും ഇല്ലാണ്ടാക്കിയില്ലേടി. സാറേ, ജഡ്ജി സാറേ, ഇങ്ങനെയുള്ളവളുമാരെ വെറുതെ വിടരുത്. തൂക്കിക്കൊല്ലണം സാറേ, ഇവളെ തൂക്കിക്കൊല്ലണം. എന്നാ മാത്രമേ മരിച്ചു പോയി എന്റെ മോന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ശരി, നിങ്ങൾ എന്നിരുന്നോളൂ.
ഈ നിൽക്കുന്നത് വൈദേഹിയല്ല, വൈശാലിയാ. നമസ്കാരം സാറേ. അവര് വൈദേഹിയൊന്നുമല്ല, വൈശാലിയാ. അവര് ജോലി എടുത്തിരുന്ന കമ്പനിയില്ല ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. സാർ, ഇവരൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയില്ല സാർ. ഇന്ന് വരെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത് സാർ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. നമസ്കാരം സാറേ. ഈ നിൽക്കുന്നത് വൈശാലി തന്നെയാ. സാർ, അവര് നോണ പറയാ. പ്ലീസ്, അവര് നോണ പറയാ സാർ. സാർ, ഇനി നിങ്ങൾ പോയിരുന്നോളൂ. ശരി സർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷികളുടെ മൊഴി അനുസരിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇവര് വൈശാലിയാണെന്നും സ്വന്തം ഭർത്താവിനെ കൊന്നത് ഇവരാണെന്നും തെളിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഇനി നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞോളൂ. സാർ, ഇവിടെ എന്താ നടക്കുന്നതെന്നോ ഇവരൊക്കെ എന്താ പറയുന്നതെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പേര് വൈദേഹി എന്നാ സാറേ. ദേവന്റെ ഭാര്യയാണ് ഞാൻ. ദശരഥ രാമവർമ്മയുടെ മരുമകള്. അന്ന് എന്റെ പിറന്നാളായിരുന്നു സാർ. എല്ലാരും കൂടി അന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് നിന്നെ ഇവിടെ കുഴിച്ചു മൂടിയിട്ട് നിന്റെ അതേ രൂപത്തിലുള്ള അവളെ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ അയക്കും. ഇവിടെ CBS റിസോർട്ടിലെ പറമ്പിലെ ഒരു പെണ്ണിനെ പെട്ടിയിലടച്ച് കുഴിച്ചിട്ടിരിക്കുക. നീ ആരാണ്? എന്നോട് എന്തിനാ ആരാന്നൊക്കെ ചോദിക്കുന്നത്? ഞാൻ തന്നെ ദേവേട്ട, ദേവേട്ടന്റെ വൈദേഹി. നിനക്കൊരിക്കലും എന്റെ വൈദേഹിയാവാൻ കഴിയില്ല. ദേവൻ നാളെ തന്നെ അമേരിക്കയ്ക്ക് വിമാനം കയറുക. ഇതൊക്കെ സാറ് സംഭവിച്ചത് ഞാൻ ജീവനോടെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും എന്റെ സ്ഥാനത്ത് ആ വീട്ടിൽ ചന്ദ്രിക കൊണ്ടുവന്ന് നിർത്തിയ പെണ്ണിനെ ആരോ കൊന്നു കളഞ്ഞു സാറ്. അവള് ഞാനാണെന്ന എന്റെ ഭർത്താവും വീട്ടുകാരും വിചാരിച്ചിരിക്കുന്നത്. ഞാൻ വൈദേഹിയാണെന്ന് തെളിയിക്കാനുള്ള അവസരം പോലും അവരാരും എനിക്ക് തന്നില്ല സാറ്. എന്റെ ഭർത്താവ് ഇന്ന്
ഞാൻ മരിച്ചു പോയെന്നുള്ള വിശ്വാസത്തില് അമേരിക്കയിലേക്ക് പോവാ. ദേവേട്ടൻ പോയ എല്ലാം തീർന്നു. സാറേ, ദേവേട്ടൻ അമേരിക്കയിലേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തണം സാറ്. ഞാനാണ് യഥാർത്ഥത്തിൽ വൈദേഹിന്ന് തെളിയിക്കാൻ എനിക്ക് ഒരവസരം തരണം സാറ്. എങ്ങനെയെങ്കിലും ഞാൻ സത്യം തെളിയിച്ചോളാം സാർ. ഞാൻ പറയുന്നത് സത്യ സാർ. ഞാൻ വൈശാലിയല്ല സാർ. എനിക്കത് തെളിയിക്കാൻ ഒരു അവസരം തരണം സാർ. ഞാനത് തെളിയിച്ചില്ലെങ്കിൽ ഇവര് തന്നെയാണ് വൈശാലി. അല്ല, ഞാൻ വൈശാലി അല്ല സാറേ. ഞാൻ വൈശാലി അല്ല സാറേ. ഞാൻ വൈശാലി അല്ല. വീണ്ടും ഉയരാൻ പാടിയലയാൻ ആരു ചിറകേകുവാൻ. വീണ്ടും ഉയരാൻ പാടിയലയാൻ ആരു ചിറകേകുവാൻ. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നു. അരികിലരികിലരികിൽ തോന്നലൊരു മായ. അകലെ അകലെ ദൂരെ ആകാശലോകം പൂരമ്പു പോലെ പായുന്ന മോഹം. വീഴുന്നു താഴെ മഴപ്പാറ്റപ്പോൾ. ഞാൻ വൈശാലി അല്ല ജഡ്ജി സാറേ. ഞാൻ വൈദേഹിയ. ആ സത്യം മനസ്സിലാക്കാതെ എന്റെ ഭർത്താവ് എന്നെ തനിച്ചാക്കി അമേരിക്കയിലേക്ക് പോവാ. അദ്ദേഹത്തെ തടയണം സാറേ. നോ യുവർ ഓണർ, ഇവരാണ് വൈശാലി. ആ കുടുംബത്തിന്റെ കൺമുമ്പിൽ വെച്ചാണ് വൈദേഹി മരിച്ചത്. ദേവന്റെ കൈകളിൽ കിടന്ന അയാളുടെ ഭാര്യയുടെ ജീവൻ പോയത്. അത് തന്നെയാണ് ദേവനും വിശ്വസിക്കുന്നത്. ഇവൾ ഒരു കാരണവശാലും വൈദേഹിയല്ല. ഭർത്താവിനെ കുത്തിക്കൊന്നിട്ട് ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവരുണ്ടാക്കിയ കെട്ടുകഥയാണത്. അല്ല സാറേ, ഞാൻ പറയുന്നതൊന്നും കഥയല്ല. ഞങ്ങളുടെ രൂപം ഒരുപോലെ ആയതുകൊണ്ടല്ലേ ഞാൻ വൈശാലിയാണെന്ന് ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ വൈദേഹി ആവാനും അത്രയും തന്നെ ചാൻസ് ഇല്ലേ സാറേ? എന്തുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ ആരും ചിന്തിക്കാതിരിക്കുന്നത്? സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന് വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് സാറ്? ഞാൻ പറയുന്നത് എല്ലാം സത്യമാണ്. നിങ്ങളുടെ വിശ്വാസം തെറ്റ്. ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ളവർക്ക് എന്താ നേടാനാവുക? എനിക്ക് നീതി കിട്ടണം സാറ്. എന്നോട് ഇവരെല്ലാം കൂടി ചെയ്യുന്ന ഈ അന്യായത്തിന് കോടതിക്ക് ഒരു ബാധ്യതയില്ലെന്നാ. ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. എനിക്ക് ഒരവസരം മാത്രം തന്നാ മതി. എന്റെ നിരപരാധിത്വം ഞാൻ തന്നെ എങ്ങനെയെങ്കിലും തെളിയിച്ചോളാം. അതിനാദ്യം എന്റെ ഭർത്താവ് ദേവൻ ഈ രാജ്യം വിട്ട് എങ്ങോട്ടേക്കും പോവാതെ തടസ്സപ്പെടുത്തണം.